നമുക്കിടയിൽ ചില ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ട്. ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ചു, ഇസ്ലാമിക സാഹചര്യത്തിൽ വളർന്നു. എന്നാൽ ഇന്ന് ആ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് ഇസ്ലാമിക വിമർശനം ജീവിതോപാധിയായി കണ്ട് ചില ആളുകൾ നമ്മുടെ ഇടയിൽ ജീവിച്ചിരിപ്പുണ്ട്. ഇസ്ലാം എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റുന്ന മതമല്ല എന്നും, ഇസ്ലാം പഴഞ്ചനാണെന്നും, അതിലുള്ള ഓരോ വിഷയങ്ങളും മറ്റു മതക്കാർക്ക് ഗുണകരമല്ലെന്നും, ഇസ്ലാം മാത്രമാണ്, മുസ്ലിമീങ്ങൾ മാത്രമാണ് ഇവിടെ ജീവിച്ചിരിക്കാൻ അർഹരുള്ളൂ എന്നും, മറ്റുള്ള മതക്കാരെ മുഴുവനും ഉന്മൂലനം ചെയ്യണം എന്നൊക്കെ വരുത്തി തീർക്കുന്ന രൂപത്തിൽ ചില പുസ്തകങ്ങളും മറ്റും വായിച്ചുകൊണ്ടും പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ. എത്ര ആലോചിച്ചിട്ടും പിടുത്തം കിട്ടുന്നില്ല. ഇസ്ലാം നിങ്ങൾ സ്വീകരിക്കരുത്, ഇസ്ലാം നല്ലതല്ല, ഇസ്ലാം മതം ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോഴും ഇവർ ഇസ്ലാമിൽ ഉണ്ടായിരുന്ന കാലത്ത് അവർക്ക് വിളിക്കപ്പെട്ട പേരിൽ തന്നെയാണ് ഇന്നും അവർ ജീവിക്കുന്നത്. അതേ സ്ഥാനത്ത് ചില ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി മറ്റു മതങ്ങൾ സ്വീകരിച്ച് ആ മതത്തിൽ പേരുകളൊക്കെ വെച്ച് ജീവിക്കുന്നവരുണ്ട്. നമ്മുടെ രാജ്യത്ത് ഒരു മനുഷ്യന് മതം മാറാനും മതം സ്വീകരിക്കാനും സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്. എന്നാൽ ഈ കൂട്ടരായ ആളുകൾ ഇസ്ലാമിന്റെ പേരും ഇസ്ലാമിൽ നിന്നുള്ള അല്ലെങ്കിൽ മുസ്ലിം പേരുകൾ വെച്ചുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ നമുക്കതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഇസ്ലാമിനെ കുറിച്ച് ശരിക്കുള്ളൊരു ബാലപാഠം പോലും ഇവർക്കറിയില്ല. ഇസ്ലാം എന്താണെന്നോ ഇസ്ലാം മതത്തെക്കുറിച്ചുള്ള ഒന്നും അറിയില്ല. എന്നാൽ ഈ പേര് നിലനിൽക്കുന്ന കാലത്തോളം അവർക്കറിയാം, ഈ പേര് വെച്ച് നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ ഞാനൊരു മുസ്ലിമാണെന്ന് ആളുകൾ കരുതുകയും ഇസ്ലാമിനെ വിമർശിക്കുകയും ചെയ്യുമ്പോൾ ധാരാളം സമ്പത്ത് എന്നിലേക്ക് കടന്നു വരും, ഇസ്ലാമിക വിമർശകന്മാരിൽ നിന്ന് ധാരാളം സമ്പത്ത് കിട്ടും. ആ ഒരു ലക്ഷ്യത്തോടു കൂടെയാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത്. അല്ലാതെ മറ്റുള്ളവർ പല ആളുകളും ഇസ്ലാമിൽ നിന്ന് പോയ ആളുകൾ പേരുകളൊക്കെ മാറ്റിയപ്പോൾ പക്ഷെ ഇവർക്ക് കിട്ടുന്ന അത്രയും ജനങ്ങളുടെ സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഇവർ മനസ്സിലാക്കി ഈ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്ന്. അങ്ങനെ കുറച്ച് ആളുകൾ എന്ത് വന്നാലും ഇസ്ലാമിനെ വിമർശിക്കാം. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരുമ്പോഴേക്ക് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മഹാന്മാരായ ആളുകളുടെ മേൽ വെച്ച് കെട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വികലമാക്കുന്ന, അള്ളാഹുവിനെ ചീത്ത പറയുന്ന രൂപത്തിലേക്ക് ഹബീബായ തങ്ങളെ വളരെ മോശമായ രൂപത്തിൽ ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു വിഷയങ്ങൾ വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. എല്ലാം ഇസ്ലാമിന്റെ തലയിൽ വെച്ച് കിട്ടും. തീവ്രവാദം വന്നാലും ഭീകരവാദം വന്നാലും, ഒരു പൂച്ച കാഷ്ടിച്ചാലും ഒരു കോഴി അപ്പിയിട്ടാലും എന്ത് തന്നെയായാലും അതൊക്കെ ഇസ്ലാമിന്റെ തലയിൽ കയറ്റി വെക്കുന്ന ആളുകൾ. ഇസ്ലാമിൽ ജീവികൾക്ക് പ്രാധാന്യമുള്ള മതമാണ്. ഒരു ജീവിയെയും അകാരണമായി കൊല്ലാനോ ഒരു ജീവിയെയും ചീത്ത പറയാനോ ഇസ്ലാം അനുവദിക്കുന്നില്ല. ചരിത്രങ്ങൾ ഒരുപാട് നമ്മുടെ മുമ്പിലുണ്ട്. 3-4 ദിവസങ്ങൾക്കപ്പുറം ഒരു വാർത്ത വായിക്കാൻ സാധിച്ചു. ഒരു മുസ്ലിം നാമധാരിയായ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ചെറുപ്പത്തിലെപ്പോഴോ നായയെ തൊട്ടതിന്റെ പേരിൽ ചെളിവെള്ളത്തിൽ കുളിപ്പിച്ചു എന്ന് പറഞ്ഞു. അവരെ കുടുംബക്കാര് അല്ലെങ്കിൽ ഉമ്മയോ ഒരു പിതാവോ ആരെങ്കിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടോ? കുളിപ്പിച്ചു എന്ന്. അല്ലാഹു അഅലം, നമുക്കറിയൂല. അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് ചില ആളുകളെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ട് ചില ലേഖനങ്ങൾ എഴുതുമ്പോൾ അവർക്ക് സാധാരണയിൽ കൂടുതൽ ആളുകൾ കാഴ്ചക്കാരാവുന്നു, വായനക്കാരാവുന്നു, സപ്പോർട്ടുകൾ കിട്ടുമ്പോൾ തുടർന്ന് വീണ്ടും മറ്റു ചില ആളുകളെ കുറിച്ച് എഴുതി തുടങ്ങുന്നു. കഥകൾ ഇല്ലാത്തത് ഉണ്ടാക്കി അവതരിപ്പിക്കാം. ഇങ്ങനെ മുസ്ലിം സമുദായത്തെ പരമാവധി താറടിക്കാനും ഇകഴ്ത്താനും ശ്രമിക്കുമ്പോഴും ആരെന്തു പറഞ്ഞാലും, ആര് ഇകഴ്ത്താൻ ശ്രമിച്ചാലും, തകർക്കാൻ ശ്രമിച്ചാലും തകർന്നു പോകുന്ന മതമല്ല വിശുദ്ധമായ ഇസ്ലാം.
അങ്ങനെ ആയിരുന്നുവെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാം പൂർണ്ണമായി നശിച്ചു പോവേണ്ടിയിരുന്നു. അത്രയും വലിയ പ്രലോഭനങ്ങളും പ്രതിസന്ധികളും വിഷയങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഈ പെൺകുട്ടിയുടെ ഒരു വർത്തമാനമാണ് എന്ത്, എന്നെ ചെളിയിൽ കുളിപ്പിച്ചു എന്നുള്ളത്. എന്നിട്ട് പറയാണ്, അതിന്റെ പിന്നിൽ ചില ആളുകൾ പറയുന്നു, അവര് തന്നെ പറയുന്നുണ്ട് ഇസ്ലാമിൽ നായ ഹറാമാണ് എന്ന്. എന്തെല്ലാം രൂപത്തിലാണോ വിശുദ്ധമായ ഇസ്ലാം പറയാത്ത പലതും ഇസ്ലാമിന്റെ പേരിൽ വെച്ചുകെട്ടി ഇസ്ലാം അങ്ങനെയാണ് എന്നങ്ങ് വരുത്തി തീർക്കുകയാണ്. ഇസ്ലാമിൽ നായ ഹറാമാണ് എന്നൊന്നല്ല പറഞ്ഞിട്ടുള്ളത്. അതിന്റെ വിശകലനമായി വിശദീകരണമായി മഹാന്മാരായ ഫുഖഹാ അതെല്ലാം കർമ്മശാസ്ത്രപരമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നായ നജസാണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ നായ നജസാകുന്നത് എപ്പോഴാണ്? ഏത് രൂപത്തിലാണ് നായ സ്പർശിക്കുമ്പോൾ നജസായി വരുന്നത്? എപ്പോഴാണ്, ഏത് രൂപത്തിലാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, കഴുകേണ്ടത് എന്നൊക്കെ ഇസ്ലാം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നായ വളർത്തുന്നിടത്ത് ഇസ്ലാം പറയുന്നുണ്ട് ആര് വളർത്തണം, എന്തിനു വളർത്തണം എന്നുള്ളതൊക്കെ. ഇത് ഇസ്ലാം നായനെ ഹറാമാക്കി, ഒരു ജീവിയെ പരിഹസിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ നാം ഓർത്തെടുക്കേണ്ട പലതും ഇവിടെയുണ്ടോ? അല്ലാഹുവിന്റെ അതിവിശിഷ്ടമായ സ്വർഗീയ ലോകം, ആ ലോകത്ത് കടക്കുന്ന ജീവികളുടെ കൂട്ടത്തിൽ നായയെ എണ്ണിയിട്ടുണ്ട്. നമുക്കറിയാം, വിശുദ്ധമായ ഖുർആനിൽ ഓരോ വിശ്വാസിയും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പാരായണം ചെയ്യണം എന്ന് പഠിപ്പിച്ച സൂറത്തുൽ കഹ്ഫ്, ആ സൂറത്തുൽ കഹ്ഫില് 7 യുവാക്കളെ ചരിത്രം പറയുന്നുണ്ട്, അസ്ഹാബുൽ കഹ്ഫുകളുടെ ചരിത്രം പറയുന്നുണ്ട്, ഗുഹാവാസികളുടെ കഥ പറയുന്നുണ്ട്. ആ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നായയെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ നായ സ്വർഗാവകാശിയാണ്. ആ നായ സ്വർഗത്തിലാണ്. ആ ചരിത്രം നമ്മൾ പഠിക്കണം. വിശാലമായി പറയുകയല്ല. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അംഗീകരിക്കാത്ത, കൽപ്പനകൾ സ്വീകരിക്കാത്ത മനുഷ്യൻ, ആ മനുഷ്യന് ഒരു നായയുടെ വില പോലും കൽപ്പിക്കുന്നില്ല എന്ന്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ, നിസ്കാരം പോലത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിൽ ഒരു ഐഡന്റിറ്റിയും ഇല്ല എന്നുള്ളത്. മനുഷ്യനായതുകൊണ്ട് വില കൽപ്പിക്കണം എന്നല്ല, മറിച്ച് അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സ്വീകരിക്കാതിരിക്കുമ്പോൾ, കൽപ്പനകൾ അംഗീകരിക്കാതിരിക്കുന്ന, മുസ്ലിമാണെന്ന് പറയുന്ന, വിശ്വാസിയാണെന്ന് പറയുന്ന ആളുകൾക്ക് നായയുടെ വില പോലും കൽപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നോക്കൂ നിങ്ങൾ, നമ്മൾ പറഞ്ഞു വന്നത് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്ന 7 സഹോദരന്മാർ, അവർക്ക് കൂട്ടുനടന്ന നായയും, ഈ നായ സ്വർഗത്തിലാണെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനരായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും, ഈസാ നബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്ത മതവും വേദഗ്രന്ഥങ്ങളും എതിർക്കുകയും ഈസാ നബി അലൈഹിസ്സലാമിനെ പരിഹസിക്കുകയും ഇകഴ്ത്തുകയും ചെയ്ത ഒരു വിഭാഗമാണ് ഇഞ്ചീലിയൻ സമുദായക്കാർ. റോം സാമ്രാജ്യത്തിൽ താമസിക്കുന്ന ഇഞ്ചീലിയൻ സമുദായക്കാർ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും വിഗ്രഹങ്ങൾക്ക് അറവ് നടത്തുകയും ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. മാത്രമല്ല, ആ നാട്ടിലൂടെ ആരെങ്കിലും കച്ചവടത്തിന് വേണ്ടി പുറത്തേക്ക് പോകുമ്പോൾ വഴിയാത്രക്കാരായ ആളുകളെ, കച്ചവട സംഘങ്ങളെ പതിയിരുന്നു കൊണ്ട് ആക്രമിച്ച് അവരുടെ കൈകളിലുള്ള സമ്പത്തുകൾ കൊള്ളയടിക്കുകയും കൊല നടത്തുകയും ചെയ്യുന്ന വിഭാഗമാണ് ഇഞ്ചീലിയൻ വിഭാഗം എന്ന് പറയുന്നത്. ആ ഇഞ്ചീലിയൻ വിഭാഗത്ത് റോം സാമ്രാജ്യത്തിന്റെ അധിപനായ ദഖിയാനോസ് എന്ന് പറയുന്ന രാജാവ്, ആ രാജാവിന്റെ കൽപ്പന എന്താണ്? ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ അംഗീകരിക്കുന്ന വിഗ്രഹങ്ങളെ
എന്റെ അധീനതയിലുള്ള എന്റെ കീഴിലുള്ള സർവരും ആരാധിക്കണമെന്നും ആ വിഗ്രഹങ്ങൾക്ക് അറിവ് നടത്തണമെന്നും പ്രഖ്യാപനം നടത്തിയ ആളാണ് ദഖിയാനൂസ് രാജാവ്. രാജാവ് പറയുന്നു, എന്റെ കൽപ്പനകൾക്ക് ആരെങ്കിലും എതിര് പ്രവർത്തിച്ചാൽ അഥവാ വിഗ്രഹങ്ങളെ ആരാധിക്കാതിരിക്കുകയും അവകൾക്ക് അറിവ് നടത്താതിരിക്കുകയും ചെയ്താൽ അവരെ കൊന്നുകളയണം എന്നുള്ള പ്രഖ്യാപനം രാജാവ് പുറപ്പെടുവിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഈ റോം സാമ്രാജ്യത്തിന്റെ ഒരു പട്ടണമായ തർസൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന ആ വിശുദ്ധ ഇസ്ലാം അംഗീകരിച്ചുകൊണ്ട് ഇഞ്ചീൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന 7 ചെറുപ്പക്കാർ അഥവാ തംലീഖ്, മർത്തൂനസ്, കഷ്തൂനസ്, ബൈറൂനസ്, ദൈമോസ്, ബത്തിയോസ്, ഖാലൂസ് എന്ന് പറയുന്ന 7 ചെറുപ്പക്കാർ, 7 യുവാക്കൾ. അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണ്. അവർ വല്ലാത്ത ബേജാറിലാണ്. കാരണം രാജാവിന്റെ പ്രഖ്യാപനം എന്താണ്? വിഗ്രഹങ്ങളെ ആരാധിക്കാതിരിക്കുന്ന, അവകൾക്ക് അറിവ് നടത്താതിരിക്കുന്ന സർവരെയും കൊന്നുകളയാനുള്ള പ്രഖ്യാപനം വന്നു. ഈ ചെറുപ്പക്കാരും അവര് ബേജാറിലാണ്, പേടിയിലാണ്. എന്തു ചെയ്യണം? അവരുടെ വിശ്വാസം രഹസ്യമായി അവർ സൂക്ഷിച്ചു. അങ്ങനെ ആരാധനകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം എല്ലാം തകിടം മറിഞ്ഞു പോവുകയാണ്. രാജാവ് അറിയുന്നുണ്ട്. രാജാവ് അറിഞ്ഞു, എന്റെ ഭരണപ്രവിശ്യയുടെ കീഴിൽ, എന്റെ ഭരണത്തിന് കീഴിൽ തർസൂസിൽ ജീവിക്കുന്ന 7 സഹോദരങ്ങൾ എന്റെ വിശ്വാസം ഉൾക്കൊള്ളുന്നില്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കുന്നില്ല. അവരെ പിടിച്ചുകൊണ്ടുവരാൻ രാജകൽപ്പന വരികയാണ്. പട്ടാളക്കാര് ചെല്ലുന്നു. ഈ ചെറുപ്പക്കാരെ കയ്യോടെ പിടികൂടി രാജദർബാറിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ രാജാവ് അവരെ ചോദ്യം ചെയ്യുന്നു. അവരോട് കാര്യങ്ങൾ ചോദിക്കുന്നു. അവരോട് പറയുന്നു, ഞാൻ പറഞ്ഞത് അംഗീകരിച്ചോളണം, അതുപോലെ വിഗ്രഹങ്ങളെ ആരാധിച്ചോളണം, വിഗ്രഹങ്ങൾക്ക് അറിവ് നടത്തണം. ഈ രൂപത്തില് നിങ്ങൾ ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളെ കൊന്നുകളയും. ആ സമയത്ത് അവിടെ കൂട്ടത്തിലൊരു നേതാവാണ് തംലീഖ് എന്ന് പറയുന്ന 7 ചെറുപ്പക്കാരുടെ നേതാവും. തംലീഖ് രാജാവിനോട് അങ്ങ് പറയുകയാണ്. അവർക്കത് സഹിക്കാൻ പറ്റിയില്ല. കാരണം അല്ലാഹു ജല്ല വഅല ആ റബ്ബിനെ ആരാധിക്കുന്നതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് വിഗ്രഹങ്ങൾ ആരാധിക്കണമെന്നും അവകൾക്ക് അറിവ് നടത്തണമെന്നും പറയുന്നത് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. ആ സമയത്ത് തംലീഖ് രാജാവിനോട് പറയാണ്, രാജാവിന്റെ മുമ്പില് തംലീഖ് പറയുകയാണ്, നിങ്ങൾ എന്ത് ശിക്ഷകൾ ഞങ്ങൾക്ക് നൽകിയാലും അത് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആ തംലീഖ് കൂട്ടുകാരോട് പറയുന്നുണ്ട്, നമ്മുടെ ദൈവം അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിന്റെ അധികാരിയാണ്. അവനല്ലാതെ ആരാധനക്കർഹനില്ല. അതുകൊണ്ട് നമ്മൾ ഉറച്ചു നിന്നോളണം. രാജാവിനോട് പറഞ്ഞു, രാജാവേ, നിങ്ങൾ എന്ത് തീരുമാനമെടുത്താലോ ഞങ്ങളത് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഏത് ശിക്ഷയും ഞങ്ങൾ സ്വീകരിച്ചോളാം. രാജാവിന് ദേഷ്യമങ്ങ് വർദ്ധിക്കുകയാണ്. രാജാവ് കൊന്നുകളയാനുള്ള മരണശിക്ഷ ഓർഡർ ചെയ്തു. രാജാവ് പറഞ്ഞു, ഏതായാലും ദിവസങ്ങൾ ഇവര് ഒന്ന് ജയിലറയിൽ കിടക്കട്ടെ. ഏതാനും ദിവസങ്ങൾ ജയിലറയിൽ കിടന്ന് അവിടെ മനസ്സിനൊരു മാറ്റം വന്നാലോ, നമ്മൾ പറയുന്നത് കേട്ടുകൊണ്ട് ജീവിക്കാൻ അവര് തയ്യാറായാലോ, അതുകൊണ്ട് അവർക്ക് ഏതാനും ദിവസങ്ങൾ അവര് നമ്മളെ ജയിലറയിൽ നിൽക്കട്ടെ, അവര് ചിന്തിക്കട്ടെ, ആലോചന നടത്തട്ടെ. അങ്ങനെ ദിവസങ്ങൾ ഓരോന്ന് പിന്നിടുമ്പോഴും അവരുടെ വല്ല മാറ്റങ്ങളും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ആളുകൾ വരുമ്പോ എല്ലാ വിശ്വാസത്തിൽ നിന്ന് ഒരു അണുമണിത്തൂക്കം അവർ പിന്നോട്ട് പോവാൻ അവർ തയ്യാറായിരുന്നില്ല. അങ്ങനെ പറയപ്പെട്ട തീരുമാനിക്കപ്പെട്ട ദിവസം അങ്ങടുത്തു. വധശിക്ഷക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോഴാണ് രാജാവിന് വളരെ അത്യാവശ്യമായ ഒരു യാത്ര പോവേണ്ടി വന്നു. രാജാവ് പറഞ്ഞു, തൽക്കാലം വധശിക്ഷ നീട്ടിവെക്കാം, ഞാൻ വന്നിട്ട് നടത്താം. അങ്ങനെ അവർക്ക് ഏതാനും ദിവസങ്ങള് വധശിക്ഷ നീട്ടിക്കിട്ടി എന്ന് ചരിത്രത്തിൽ കാണാം. ഈ സമയത്ത് 7 പേരും ഇങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്യും? കാരണം അവരിങ്ങനെ ആ ജയിലറകളില് സദാസമയം ആരാധനയിലാണ്, അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവര് എന്ത് ചെയ്യണം? നമ്മള് ഇവിടെ നിന്നാൽ നമുക്ക് നമ്മുടെ ആരാധനകളുമായി മുന്നോട്ട് പോവാൻ സാധ്യമല്ല. ഏക ഇലാഹായ റബ്ബുൽ ആലമീൻ, ആ റബ്ബിന്റെ കൽപ്പനകൾ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ പ്രയാസമായിരിക്കും.
അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ജയിലിൽ ചാടി രക്ഷപ്പെടണം. 7 പേരും ചർച്ചകൾ നടത്തി. അങ്ങനെ എല്ലാവരും ഉറക്കിലേക്ക് എല്ലാവരും വഴുതി വീണപ്പോൾ ആ പാറാവുകാര് മുഴുവനും ഉറക്കിലേക്ക് പോയി. കാവൽക്കാരില്ല, എല്ലാവരും ഉറക്കത്തിലാണ്. 7 പേരും അതാ പാതിരാ സമയത്ത് ജയിൽ ചാടുകയാം. അവിടെ നിന്ന് അവര് നേരെ തർസൂസിലേക്ക്, അവരുടെ വീട്ടിലേക്ക് വരികയാം. ആവശ്യമുള്ള വസ്ത്രങ്ങളും ഭക്ഷണ സാധനങ്ങളും സമ്പത്തുകളും അവരെടുത്തു. ആ പാതിരാ സമയത്ത് തന്നെ ഒരു യാത്ര പുറപ്പെട്ടു. ആ തർസൂസിൽ ഒരു മലയുണ്ട്, എഞ്ചിലൂസ് എന്ന് പറയുന്ന ഒരു മലയുണ്ട്. ആ മലയുടെ മുകളിൽ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിലേക്കാണ് അവരുടെ ഉദ്ദേശം. ആദ്യ യാത്ര അവരങ്ങോട്ടാണ് പോകുന്നത്, ആ മലയുടെ മുകളിൽ. അങ്ങനെ എല്ലാവരും മലയുടെ മുകളിലേക്ക് എത്തുകയാണ്. ആ പോകുന്ന വഴിയിൽ, ആ മലയുടെ മുകളിലേക്ക് പോകുമ്പോൾ അവർ നായ പിന്തുടർന്നു. അവര് പല തവണ അതിനെ ആട്ടി നോക്കി, ഒന്ന് ഭീഷണിപ്പെടുത്തി. പക്ഷേ നായ പിൻവാങ്ങുന്നില്ല. അങ്ങനെ അവർ അതാ മുന്നോട്ട് പോകുമ്പോൾ നായ വീണ്ടും മുന്നോട്ട് അവരുടെ കൂടെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ അവരാട്ടുമ്പോൾ പോകുന്നില്ല. അവസാനം അല്ലാഹുവിന്റെ അപാരമായ കഴിവുകൊണ്ട് നായ ഇവരോട് സംസാരിക്കുന്നുണ്ട്. എന്താണ് പറയുന്നത്? അല്ലാഹുവിനെ സ്നേഹിക്കുന്ന മനുഷ്യരെ, നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളോട് കൂടെ ഞാനും എന്റെ മരണം വരെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ടാകും. അങ്ങനെ ഇവരോട് കൂടെ ചേർന്ന് നിന്ന ആ നായയുടെ പേര് ഖിത്മീർ എന്നാണ്. ആ നായ സ്വർഗത്തിലാണ്. അങ്ങനെ അവര് ആ ഗുഹയിലേക്ക് എത്തുന്നു. അവര് അവിടെ നിന്ന്, ആ ഗുഹയിൽ നിന്ന് ആരാധനകളിൽ അവർ മുഴുകുന്നു. അവര് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അവരെ കർമ്മങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അവർ കൊണ്ടുവന്ന ഭക്ഷണങ്ങൾ കഴിഞ്ഞു. ഇനി ഭക്ഷണം കഴിക്കാൻ അവിടെ കയ്യിലില്ല. അവരുടെ സമ്പത്ത് മുഴുവനും തംലീ എന്ന് പറയുന്ന നേതാവിന്റെ കയ്യിൽ അവരെ ഏൽപ്പിക്കുന്നു. അങ്ങാടിയിൽ പോയി ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരണം. മാത്രമല്ല അങ്ങാടിയിലുള്ള കാര്യങ്ങൾ അറിയണം, രാജകൊട്ടാരത്തിലെ ചർച്ചകൾ അറിയണം, രാജാവ് വന്നിട്ടുണ്ടോ എന്നറിയണം. അങ്ങനെ ഭക്ഷണം വാങ്ങാൻ പോകും, വിഷയങ്ങളൊക്കെ അന്വേഷിക്കും. ഒരു ദിവസം ഇതുപോലെ തംലീ അങ്ങാടിയിലേക്ക്, പട്ടണത്തിലേക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുമ്പോ ഇവിടുന്ന് മനസ്സിലായി ചർച്ചകൾ നടക്കുന്നുണ്ട്, രാജാവ് വന്നിട്ടുണ്ട്. രാജാവ് അത്യാവശ്യ കാര്യങ്ങൾ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. രാജകൊട്ടാരത്തിൽ നിന്ന്, ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളെ പിടികൂടാനുള്ള ഊർജമായ അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയ രൂപത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു. തംലീഗിന് കാര്യം മനസ്സിലായി. പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങി ഗുഹയിലേക്ക് വരികയാണ്. അവിടെ വന്ന് വാർത്തകൾ പറഞ്ഞു, രാജാവ് എത്തിയിട്ടുണ്ട്, രാജാവ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. നാനാഭാഗത്തേക്കും പട്ടാളക്കാര് പോയിട്ടുണ്ട്, പോലീസുകാര് പോയിട്ടുണ്ട് അന്വേഷണത്തിന് വേണ്ടി. നമ്മളെ പിടിക്കപ്പെടും, എന്ത് ചെയ്യും? പേടിയോടെ ആ ഗുഹയിൽ അവരെങ്ങനെ ആരാധനയിൽ അവര് മുഴുങ്ങി. ഒരുപാട് നേരം ആരാധനകളിൽ മുന്നോട്ട് പോയി. അവസാനം ക്ഷീണം വന്നു, എല്ലാവരും കിടന്നുറങ്ങി. ആ സമയത്ത് അവർക്ക് പുറത്ത് കാവൽ നിൽക്കുന്ന ആ ഒരു നായയും അവിടെ ഉറക്കത്തിലേക്ക് പോയി. അങ്ങനെ അന്വേഷണങ്ങൾ ഇങ്ങനെ നടന്നു. അവസാനം രാജാവിന് അറിവ് കിട്ടി, തർസൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് ആ പർവ്വത നിരയിലുള്ള ഗുഹയിൽ അവര് താമസിക്കുന്നുണ്ട്. രാജാവ് പട്ടാളക്കാരോടുകൂടെ നേരെ അതാ മലയുടെ മുകളിലേക്ക് യാത്ര പോവുകയാ. അവിടെ ചെന്ന് അതിന്റെ ഉള്ളിലതാ 7 പേരും അവിടെ കിടക്കുന്നു. രാജാവ് പട്ടാളക്കാരിൽ ചില ആളുകൾ അതിനുള്ളിലേക്ക് പറഞ്ഞയച്ചു. പക്ഷേ അവരെ തൊടാനോ അവരെ വിളിക്കാനോ അവരെ ഉണർത്താനോ ഇവർക്ക് സാധ്യമാകുന്നില്ല. എന്തോ ഒരു ഭയം ഇവരിൽ പിടികൂടിയിരിക്കുന്നു. പുറത്തേക്ക് വന്നു, മറ്റു കൂട്ടരെ പറഞ്ഞയച്ചു. പോയവരെല്ലാം ഒരേ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നു. രാജാവ് പറഞ്ഞു, എന്നാൽ വലിയ ഒരു പാറക്കല്ല് ഉരുട്ടിക്കൊണ്ടുവന്ന് ആ ഗുഹ അങ്ങ് അടച്ചിടാൻ. അങ്ങനെ ഗുഹയുടെ ഉള്ളിൽ കിടന്ന് അവരങ്ങ് മരിച്ചു പോയിക്കോട്ടെ എന്നുള്ള തീരുമാനം രാജാവ് പറഞ്ഞു. പട്ടാളക്കാരും സേവകന്മാരും അതാ വലിയ ഒരു പാറക്കല്ല് ഉരുട്ടിക്കൊണ്ടുവന്ന് ആ ഗുഹയുടെ വാതിൽ പോലെ വെച്ച് ഗുഹ അങ്ങ് അടക്കുകയാണ്. തുറക്കാൻ പറ്റാത്ത രൂപത്തിൽ അത് അടച്ചു വെച്ചു. സുബ്ഹാനല്ലാഹ്. രാജാവും പരിവാരങ്ങളും അതാ അവിടുന്ന് പോരുകയാണ്, തിരിച്ചു വന്നു.
അങ്ങനെ രാജാവും പരിവാരങ്ങളും തിരിച്ചു പോരുകയാണ്. ഈ രാജകൊട്ടാരത്തിൽ രാജാവിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിനെയും ഇഞ്ചീൽ എന്ന വേദഗ്രന്ഥത്തെയും വിശ്വസിക്കുന്ന, ഉൾക്കൊള്ളുന്ന, അംഗീകരിക്കുന്ന രണ്ടാളുകൾ ഉണ്ടായിരുന്നു. അവിടെ വിശ്വാസം വളരെ രഹസ്യമായി അവർ സൂക്ഷിച്ചു. ഈ രണ്ടാളുകൾ ഈ സംഭവങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവര് ആ ഗുഹയിലേക്ക് കടക്കാനുള്ള കാരണങ്ങളും അതിന് വർഷങ്ങളും സമയങ്ങളും എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ വർഷങ്ങൾ കടന്നു പോവുകയാണ്. ആളുകൾ ഈ ഗുഹാവാസികളെ കുറിച്ച് മറന്നുപോയി. സംഭവം ഉണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ മറന്നുപോയി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. അയൽ രാജ്യവുമായുള്ള ഏറ്റുമുട്ടലിൽ ദഖിയാനോസ് രാജാവിന് മരണം സംഭവിക്കുകയാ. വർഷങ്ങൾ കടന്നു. അയൽ രാജ്യവുമായുള്ള ഏറ്റുമുട്ടലിൽ ദഖിയാനോസ് രാജാവ് കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ ആ റോമാ സാമ്രാജ്യത്തിന്റെ അധിപനായി പിന്നീട് കടന്നു വരുന്നത് ബൈദറോസ് എന്ന് പറയുന്ന നീതിമാനായ സ്വാലിഹായ ഒരു രാജാവാണ് കടന്നു വരുന്നത്. ആ രാജാവ് അവിടെ ഭരണം ആരംഭിച്ചതോടുകൂടെ രാജ്യത്ത് മതസ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടു. ആർക്കും ഏത് മതവും സ്വീകരിക്കാം. ആ സ്വീകരിക്കുന്ന മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് അവർക്ക് ഇവിടെ ചെയ്യാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും നൽകപ്പെട്ടു. അങ്ങനെ എല്ലാവരും അവിടെ മതത്തിന്റെ ആചാരങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ സത്യവിശ്വാസികളും സത്യനിഷേധികളും ഒരുപോലെ ജീവിക്കുമ്പോ ഈ ഭരണകൂടങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭരണകൂടങ്ങൾ മാറി, രാജ്യത്തിന്റെ മുഖച്ഛായകളൊക്കെ മാറി, ഒരുപാട് വിശ്വാസങ്ങളുള്ള നാടുകളായി മാറി, പല ആരാധനാ സ്വഭാവമുള്ളവരായി മാറി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇസ്ലാമിക പ്രബോധനവുമായി ജനങ്ങൾ മുന്നോട്ട് വരികയാണ്. കാരണം എന്താ? ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. ഏത് മതത്തെയും പ്രചരിപ്പിക്കാനും അതനുസരിച്ച് ആരാധനകൾ ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഇസ്ലാമിക പ്രബോധകന്മാര് മുന്നോട്ട് രംഗത്ത് വരാൻ തുടങ്ങി. ഇവിടെയാണ് സത്യനിഷേധികളായ ആളുകൾ അവര് പറയാൻ തുടങ്ങി, ലോകം അവസാനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലോകം ഈ ലോകത്ത് നിന്ന് നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരു പുനർജന്മമില്ല. എന്നാൽ വിശ്വാസികൾ എന്ന് വിശ്വസിക്കുന്നത് പുനർജന്മമുണ്ടെന്നാണ്. ഏതായാലും അവിശ്വാസികളായ ആളുകൾ ഒരുപാട് തെളിവുകൾ ഇങ്ങനെ നിരത്തിക്കൊണ്ടിരുന്നു. ആരും തിരിച്ചു വരുന്നില്ലല്ലോ, അവരുടെ ശരീരങ്ങളൊക്കെ മണ്ണ് തിന്നു പോകുന്നില്ലേ, ഇനി എങ്ങനെ തിരിച്ചു വരാനാണ്? പക്ഷേ വിശ്വാസികൾക്ക് വേണ്ടതുപോലെ പറഞ്ഞു കൊടുക്കാൻ തെളിവുകൾ കയ്യിലില്ല. അവര് വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയമാണ്. ആ സമയത്താണ് അതാ പർവ്വതത്തിൽ അന്തിയുറങ്ങുന്ന വിശ്രമിക്കുന്ന 7 യുവാക്കളുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ പർവ്വതത്തിൽ ശക്തമായ കാറ്റടിച്ചു വീശുകയാണ്. കാറ്റടിച്ചു വീശുന്നു. പർവ്വതം ആ ഗുഹ മൂടിവെച്ച കല്ലങ്ങ് നീങ്ങിപ്പോവുകയാണ്. പർവ്വതത്തിന്റെ ഗുഹയുടെ ഉള്ളിലേക്ക് വെളിച്ചം വന്നു കയറുന്നു. ചെറുപ്പക്കാർ ഉറക്കിൽ നിന്ന് ഉണരുന്നു. ഉണർന്ന കൂട്ടത്തിൽ ചെറുപ്പക്കാര് പറയാണ്, നമ്മൾ ഒരു ദിവസം പൂർണ്ണമായി നമ്മൾ ഉറങ്ങി. അത് പറഞ്ഞ മറ്റൊരു കൂട്ടുകാരൻ പറഞ്ഞു, ഇല്ല, ഒരു ദിവസത്തിന്റെ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് നമ്മൾ ഉറങ്ങിയിട്ടുള്ളൂ. അങ്ങനെ ചർച്ചകളൊക്കെ അത് നടക്കുകയാം. അങ്ങനെ ഉണർന്നു. അവർക്ക് ഭക്ഷണം കഴിക്കണം. അതാ തംലി എന്ന് പറയുന്ന നേതാവിന്റെ കയ്യിൽ സമ്പത്ത് കൊടുത്ത് അങ്ങാടിയിലേക്ക്, പട്ടണത്തിലേക്ക് തംലീഗിനെ പറഞ്ഞു വിടുമ്പോ എന്താണ് അവിടുത്തെ അവസ്ഥകളൊക്കെ ഒന്ന് അറിയണം. രാജാവ് നമ്മളെ കുറിച്ച് അന്വേഷിച്ചോ? എന്താണ് കിട്ടിയത്? അന്വേഷണം നിർത്തിവെച്ചിട്ടുണ്ടോ? ഇതൊക്കെ അറിയണമല്ലോ. അതിന് തംലീഗ് അങ്ങാടിയിലേക്ക് പോവുകയാണ്. അതാ അങ്ങാടിയിലേക്ക്, പട്ടണത്തിലേക്ക് കടന്നു ചെന്ന തംലീഗ് ആശ്ചര്യഭരിതനായി മാറുകയാണ്. ഇന്നലെ കണ്ട അങ്ങാടിയല്ല, പട്ടണമല്ല. ഒരുപാട് മാറ്റങ്ങൾ വന്നുപോയി. ഒരുപാട് കച്ചവടക്കാര് വന്നുപോയി. പലരും ഇങ്ങനെ മുന്നിലൂടെ നടന്നു പോകുമ്പോ എല്ലാവരെയും ഇങ്ങനെ വീക്ഷിക്കുകയാണ്, സൂക്ഷിച്ചു നോക്കുകയാണ്. പക്ഷെ ഇന്നലെ കണ്ട ഒരാളെയും അവിടെ കാണുന്നില്ല. ആളുകളെല്ലാം മാറിപ്പോയി.
ഈ വാർത്തകള് കൂട്ടുകാരെ അറിയിക്കണം, എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഇവിടെ, കൂട്ടുകാരോട് ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ആവശ്യമുള്ള വസ്തുക്കൾ വാങ്ങി അതാ ഗുഹയിലേക്ക് മടങ്ങാൻ വേണ്ടി കടയിലേക്ക് ചെല്ലുമ്പോ വസ്തുക്കളൊക്കെ വാങ്ങി സമ്പത്ത് പണം കൊടുക്കുന്ന സമയം കടക്കാരൻ ഇദ്ദേഹത്തിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. 13 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പണം, 3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിരുന്ന കറൻസി പണം, അതാണ് ഇന്ന് സാധനം വാങ്ങാൻ ഈ ചെറുപ്പക്കാരൻ കൊണ്ടുവന്നത്. ഈ കടക്കാരൻ ചോദ്യം ചോദിച്ചു. ആളുകൾ തിങ്ങിക്കൂടി. സംഭവം വലിയ വിഷയമായി ചർച്ചയായി. അതേ രാജാവിന്റെ ദർബാറിലേക്ക് ഈ ചെറുപ്പക്കാരനെയും കൊണ്ട് നാട്ടുകാർ പോവുകയാ. അവിടെ ചെന്ന് രാജാവ് കഥകൾ പറഞ്ഞു, രാജാവിനോട് കഥകൾ പറഞ്ഞു. ഇന്നാലിന്ന സംഭവങ്ങളുണ്ടായി, ഞങ്ങൾ 7 പേരും വന്ന് നാടുവിട്ടതാണ്, ഞങ്ങളങ്ങനെ ഗുഹയിൽ താമസിക്കുകയാണ്, ഞങ്ങളവിടെ ഉറങ്ങിയതാണ്, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ഭക്ഷണത്തിന് വേണ്ടി വന്നതാണ്. രാജാവും പരിവാരങ്ങളും അതാ ഗുഹയിലേക്ക് രാജാവ് എന്ത് ചെയ്തു? ആ സമയത്ത് ഈ മന്ത്രിമാരായ രാജാവിന്റെ 2 മന്ത്രിമാരുണ്ട്. ഇവിടെയാണ് മുസ്ലിമീങ്ങൾ വല്ലാതെ സന്തോഷത്തിന് കാരണം. നേരത്തെ അവിശ്വാസികളായ ആളുകൾ മരണശേഷം ഒരു ജീവിതമില്ല, പുനർജന്മമില്ല എന്ന് പറഞ്ഞപ്പോ അതിന് വ്യക്തമായ മറുപടി കൊടുക്കാൻ സത്യവിശ്വാസികളുടെ കയ്യിലില്ലായിരുന്നു. പക്ഷെ ഇന്നവർക്കൊരു തെളിവ് കിട്ടി. അതാ ജീവിച്ചിരിക്കുന്ന ഒരു തെളിവ്. അതേ 3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കിടന്നുറങ്ങിയ ആളുകൾ ഇന്നിതാ അവരെ പുനർജനിച്ച് അവർ വീണ്ടും വന്നിരിക്കുന്നു എന്നുള്ളത്. ഇങ്ങനെ വിശ്വാസികൾക്ക് തെളിവ് കൊടുക്കാനുള്ള ഒരു കാരണം കിട്ടുകയാം. രാജാവ് മന്ത്രിമാരായ അറിയാനൂസും അസ്തറൂസും ഈ രാജാവിന്റെ മന്ത്രിമാരാണ്. അറിയാനൂസ് എന്ന് പറയുന്ന മന്ത്രിയും അസ്തറൂസ് എന്ന് പറയുന്ന ഒരു മന്ത്രിയും, ഇവര് ഒരു സൈനികനും കൂടി തംലീഹിന്റെ കൂടെ എൻജുലൂസ് പർവ്വതത്തിലേക്ക് പുറപ്പെടുകയാണ്. ഇവരെ പിന്നാലെ വലിയൊരു ജനാവലി അവരോട് പിന്നാലെ കൂടെയുണ്ട്. എന്താണ് സംഭവമെന്നറിയണം, എന്താണ് കാണാൻ പോകുന്നതെന്നറിയണം. അങ്ങനെ മന്ത്രിമാർ ഗുഹയിൽ പ്രവേശിച്ചു, ഗുഹാവാസികളുമായി സംസാരിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ വന്ന് താമസിച്ചു, ആരാധനകളിൽ മുഴുകി, ഞങ്ങൾ ക്ഷീണം കാരണം അങ്ങ് ഉറങ്ങിപ്പോയി, അല്പം സമയം മാത്രമേ ഞങ്ങൾ ഇവിടെ ഉറങ്ങിയിട്ടുള്ളൂ. അങ്ങനെ സംഘം മന്ത്രിമാരും സൈനികരും ആ ഗുഹയിൽ ഒന്ന് പരിശോധന നടത്തി. ഓടുകൊണ്ട് നിർമ്മിച്ചൊരു പേടകം അവര് കണ്ടെത്തി. അഥവാ ആ പെട്ടി തുറന്നപ്പോൾ ഒരു ചെമ്പ് പലക ആ പെട്ടിയിലുണ്ട്. ഏതായാലും ഈ പുരാതനമായ ലിപി ഇതൊക്കെ അവർ പരിശോധിച്ചു നോക്കി. അവിടെയാണ് അവർക്ക് മനസ്സിലായി, ഇത് 3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ലിപികളാണ്. അവർക്കത് അറിയുന്നില്ല. മന്ത്രിമാര് ആളെ കൊണ്ടുവന്ന് തർജ്ജമ ചെയ്തു. അത് മനസ്സിലാക്കി 3 നൂറ്റാണ്ട് മുമ്പ് രേഖപ്പെടുത്തിയ ലേഖനങ്ങളാണ്, അല്ലെങ്കിൽ അടയാളങ്ങളാണ്. ഏതായാലും മന്ത്രിമാര് വിവരം ദൂതന്മാർ മുഖേന രാജാവിലേക്ക് എത്തിക്കുകയാണ്. രാജാവും പരിവാരങ്ങളും കടന്നു വന്നു. അങ്ങനെ അവരവിടെ എത്ര വർഷക്കാലം കിടന്നു എന്നുള്ള പരിശോധനകൾ നടത്തി. എഴുത്തുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എത്ര വർഷം, 300-ൽ കൂടുതൽ വർഷം അവര് ആ ഗുഹയിൽ ഉറങ്ങി. രാജാവ് പറയുന്നു, ഈ പ്രപഞ്ചാധിപനായ റബ്ബ്, ആകാശഭൂമികളുടെ റബ്ബിന് സർവസ്തുതിയും, എന്റെ പിതാക്കൾക്ക് നൽകിയ ശക്തിയും പ്രകാശവും നീ അണച്ചിട്ടില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. മുസ്ലിമീങ്ങൾ വലിയ സന്തോഷത്തിലാണ്. അങ്ങനെ രാജാവ് പരിവാര സമേതം ഗുഹയുടെ പരിസരത്തേക്ക് എത്തി. അവിടെ ചർച്ചകൾ നടന്നു. അവരിങ്ങനെ തസ്ബീഹ് ചൊല്ലുകയാണ്. രാജാവ് അവരെ ആദരിച്ചു, അവരോട് സംസാരിച്ചു. സാത്വികരും ത്യാഗികളുമായ പൂർവീകര് പറഞ്ഞു, ഞങ്ങളെ കാര്യം നിങ്ങളെ ഏൽപ്പിക്കുന്നു, അല്ലാഹുവിന്റെ രക്ഷയും ഗുണവും നിങ്ങളുടെ മേലുണ്ടാവട്ടെ, നിങ്ങളുടെ ഭരണം നിലനിർത്തുമാറാവട്ടെ. അവർ ഗുഹയിലേക്ക് തന്നെ മടങ്ങി. അവർ തങ്ങളുടെ ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞു. കാരണം പുനർജന്മമുണ്ട് എന്നുള്ള വസ്തുത അറിയണം, അത് ലോകത്തിനെ പഠിപ്പിക്കണം, അത് തെളിവ് വേണം. അല്ലാഹു തആല അതിന് സംവിധാനിച്ചു. അവരെ ഉത്തരവാദിത്വം അവര് തീർത്തു. അവര് ഗുഹയിലേക്ക് മടങ്ങി. അതൊരു നിയോഗമായിരുന്നു. അവരാ ഗുഹയുടെ അകത്തളങ്ങളിലേക്ക് കടന്ന് തസ്ബീഹിലായി, തക്ബീറിലായി, തഹ്ലീലിലായി അവരങ്ങനെ നിൽക്കുന്നു.
അങ്ങനെ എല്ലാവരും 7 പേരും ആ ഗുഹയിൽ തന്നെ കിടന്നു മരണപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. രാജാവ് ആ 7 ആളുകളും ധരിച്ചിരുന്ന വസ്ത്രത്തിൽ തന്നെ അവരെ മറമാടുകയാ. പക്ഷെ ഒരു ചെറിയൊരു വിഷയം, അവരെ മറമാടുന്ന സമയത്ത് സ്വർണത്തിന്റെ പെട്ടികളിലായി അവരെ ഖബറടക്കി. ആദരസൂചകമായ രൂപത്തിൽ രാജാവ് ചെയ്തതാണെങ്കിലും അന്നു രാത്രിയിൽ രാജാവ് കിടന്നുറങ്ങുമ്പോൾ ഗുഹാവാസികൾ രാജാവിന്റെ സ്വപ്നത്തിൽ വന്ന് പറയുന്നു, നിങ്ങൾ ചെയ്തത്, അഥവാ സ്വർണപ്പെട്ടിയിൽ ഞങ്ങൾ ഖബറടക്കിയില്ലേ നിങ്ങള്, അതിൽ നിന്നൊന്ന് ഞങ്ങളെ എടുത്ത് മണ്ണിലേക്കൊന്ന് വെക്കണേ, സ്വർണപ്പെട്ടികളിൽ നിന്ന് ഞങ്ങളൊന്ന് മാറ്റിത്തരണേ. വൈകാതെ സ്വർണത്തിന്റെ പെട്ടികൾ മാറ്റി അവരെ മരത്തിന്റെ ഒരു പെട്ടിയിലാക്കി. അതാ അവരെ വീണ്ടും മറവ് ചെയ്തു. രാജാവ് പറഞ്ഞ്, ഗുഹയുടെ ചാരത്തൊരു പള്ളി വേണം നമുക്ക്. ആ പള്ളി അങ്ങനെ നിർമ്മിക്കുകയാണ്. ബാബുൽ ഗാർ എന്ന പേരിൽ ഒരു പള്ളി അവിടെ നിർമ്മിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, അല്ലാഹുവിനെ അചഞ്ചലമായി വിശ്വസിച്ച് ഒരു തിന്മയുടെ ശക്തികൾക്കും ദീനിന് അടിയറവ് വെക്കാതെ ഉറച്ച വിശ്വാസത്തോടെ മുന്നേറിയ 7 ചെറുപ്പക്കാരാണ് അവരെ ചരിത്രം നമ്മൾ കേട്ടു. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇസ്ലാമിനെ വിമർശിക്കുന്നവര്, ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ഉപാധിയായി കണ്ടവര്, അവരുടെ വാക്കുകൾ, അവരുടെ വോയിസുകൾ, അവരുടെ വീഡിയോകൾ, അവരുടെ ചർച്ചകൾ, ഇതൊന്നും കേട്ടുകൊണ്ട് നമ്മുടെ ഈമാൻ തെറ്റിപ്പോകുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ പെട്ടുപോകരുത്. അല്ലാഹു മഹാന്മാരുടെ ബറക്കത്തുകൊണ്ട് നമ്മുടെ ഈമാൻ അല്ലാഹു തആല കാത്തു സൂക്ഷിക്കട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് പൂർണ്ണ ഈമാനോടുകൂടെയുള്ള മരണം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.